എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1/2 കിലോ തൂക്കം വരുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ മിൽക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ ഇളക്കി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയാണ് ആവശ്യമായിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ലൈറ്റായിട്ടുള്ള കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഒരു 3 പ്രാവശ്യം നന്നായിട്ട് ഇടഞ്ഞെടുക്കുക. എന്നിട്ടത് മാറ്റി വയ്ക്കുക. ഇനി റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് 1/2 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറയ്ക്കുക. എന്നിട്ട് ഈ പഞ്ചസാരയും ചേർത്ത് വേണം നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് തരിതരേനയുള്ള പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കുറച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നിച്ച് പഞ്ചസാര ഇടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ അതിലേക്ക് യോജിച്ച് വരും. നല്ല സ്റ്റിഫായിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ബീറ്റ് ആയിട്ടുള്ള മുട്ടയിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇടവിട്ട് ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് യോജിച്ച് കിട്ടാനും നമുക്ക് എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. മുട്ടയുടെ പതയൊന്നും അടങ്ങാതെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബട്ടർ മിൽക്കും ചേർത്ത് കൊടുക്കുക. കണ്ടില്ല, നല്ല കറക്റ്റായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതും കൂടെ യോജിപ്പിച്ചെടുക്കുക. ഇനി റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു കളറും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് യോജിച്ച് വന്നിട്ട് കളർ ചേർക്കാം. ഇനി ഇതിലേക്ക് കളർ ചേർക്കുകയാണ്. അപ്പോൾ കുറച്ച് ബട്ടർ മിൽക്ക് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 8 ഡ്രോപ്സ് കളർ ചേർത്തിട്ടുണ്ട്. ഇത് ഷെഫ് മാസ്റ്ററിൻ്റെ കളറാണ്. ഞാൻ വളരെ കുറച്ച് കളറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഡാർക്ക് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ കളർ ചേർക്കേണ്ടി വരും. അപ്പം കളർ എപ്പോഴും നല്ലതല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. ഇനി ബാറ്റർ നമ്മൾ ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്, 1/2 കിലോ കേക്ക് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു 30 മിനിറ്റ് നേരം ബേക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അസംബിൾ ചെയ്യുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് ചൂടാറണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ പുറമേയുള്ള ഡെക്കറേഷന് കുറച്ച് കേക്കിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും കുറച്ച് ഭാഗം ഒന്ന് മുറിച്ചെടുക്കുക. ഇതെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള കേക്ക് നമ്മൾ 3 ലെയറായിട്ട് കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ നല്ല കറക്റ്റായിട്ട് 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അസംബിൾ ചെയ്യാൻ വേണ്ടി ബോർഡിൽ കുറച്ച് ക്രീം ആക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്രീം കൊടുക്കണം. അപ്പോൾ ഇവിടെ ക്രീം 3/4 കപ്പ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് വൈറ്റ് ചോക്ലേറ്റും. അപ്പോൾ ലെയറിൽ വെച്ച കേക്ക് നല്ലപോലെ ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നനച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുക. ഈ ക്രീം ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടിയും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർക്കുക. ചില ക്രീം നല്ല മധുരമായിരിക്കും. അപ്പോൾ ബീറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചില്ലെന്നേ ഉള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാം. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിന് ഇത്ര അളവൊന്നുമില്ല, നമുക്ക് താല്പര്യം പോലെ ചേർത്ത് കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയർ ഇതേപോലെ തന്നെ സെയിം റിപ്പീറ്റേഷൻ. സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ലെയർ ക്രീം അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തേർഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ നനച്ചെടുക്കുക. ഇനി നമ്മൾ ക്രീം അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും പൊടി അടങ്ങുന്ന രീതിയിൽ നമ്മളൊന്ന് കവർ ചെയ്ത് എടുക്കുക. നല്ല നീറ്റായിട്ട് കവർ ചെയ്ത് എടുക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ച് എടുക്കുക. അപ്പോൾ ഇത്
ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമുള്ള കേക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ലെയർ ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ നല്ല നീറ്റായിട്ട് കവർ ചെയ്തെടുക്കുക. ഫസ്റ്റ് ടോപ്പാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സൈഡ്സും നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്ത് എടുക്കുക. അപ്പോൾ ക്രീമൊക്കെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ നല്ല നീറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നില്ലേ കുറച്ച് കേക്ക് പീസസ്, അത് ജസ്റ്റ് ഒന്ന് ഒരു പാനിലിട്ട് ഒന്നൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് പൊടിച്ചാൽ നല്ല നൈസായിട്ടുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിങ്ങനെ കേക്കിൻ്റെ സൈഡ്സിലൂടെയാണ് ഞാൻ കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണേലും കൊടുക്കാം. ഇനി താല്പര്യം ഇല്ലെങ്കിൽ കൊടുക്കുകയും വേണ്ട, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതേ രീതിയിൽ നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് എടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് 100-ൻ്റെ N1 നോസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ഓപ്പൺ സ്റ്റാർ നോസിലും ഒരു ചെറിയ ലീഫിൻ്റെ ഒരു നോസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡെക്കറേഷനാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. കണ്ടല്ലോ, സ്റ്റാർ നോസിലും ഇത് 100 N1 നോസിലും. ഇനി ലീഫിൻ്റെ ഒരു നോസിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി ഇതിൻ്റെ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൽ വേണ്ടത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് വെക്കാനുണ്ട്, അതുപോലെ തന്നെ നെയിം എഴുതാനുണ്ട്. അതോടുകൂടി ഫിനിഷായി. ഇനി നല്ലപോലെ ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ് തണുപ്പിച്ചെടുത്താൽ നമുക്ക് നല്ല സേഫായിട്ട് ഡെലിവറി ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്താ പറയുക, എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.